ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് റീൽസിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കിടക്കാം. കൂത്താട്ടുകുളം KSRTC-യിൽ നിന്ന് സെപ്റ്റംബർ 16 പോയ ഉല്ലാസ യാത്രയിലാണ് ഈ കണ്ടക്ടറാണ് ഇവിടുന്ന് ഉല്ലസിക്കുന്നത്. കമന്റ് ബോക്സിൽ എന്താ കിടക്കുകയാണ്, രാജീവ് മാക്സ് സാറ് കൂടിയാണ് പുള്ളി. ആ KSRTC ജീവിതം അല്ലാണ്ട് ട്യൂട്ടോറിയലായിരിക്കും. മാക്സ് സാറായിട്ടും ഉപജീവന മാർഗമായിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പൊ കുറച്ച് സമയം ഇനി മാക്സ് മാറ്റി വെച്ചിട്ട് ഇത്തിരി കുറച്ച് ഉല്ലാസവും കൂടി ആവാന്ന് കരുതിയിട്ടായിരിക്കും ഉല്ലാസ യാത്ര പുള്ളിക്കാരൻ എന്തായാലും അങ്ങനെ ഗംഭീരാക്കിയിരിക്കുന്നത്. മറ്റേ പുള്ളിക്കാരെ അവിടെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് അവിടെ കിടപ്പായി. ഇത് റഫറി അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. മറ്റേ പ്ലെയർ ആണെങ്കിൽ ഷൂട്ടും ചെയ്ത് ചന്തിക്ക് തട്ടി ഗോൾ കീപ്പറിന് സേവ് ചെയ്യാനും പറ്റിയില്ല, ഗോളായി. പക്ഷെ സംഭവം ഓഫ് സൈഡ് ആണ്. എന്തായാലും ഇത് തന്നെയാണ് മറ്റേ കറക്റ്റ് ഈറ്റ് 5 സ്റ്റാർ ഡൂ നത്തിങ്. ക്യാമറ ത്രോ മത്സരമാണ്. അതൊരു പ്രൊഫഷണൽ പ്ലെയർ തന്നെയാണ് എന്തായാലും അറിയുന്ന ജേഴ്സി കണ്ടിട്ട്. സോറി ഗൈസ്, സംഭവം പ്രൊഫഷണൽ കണ്ട ജേഴ്സിയിൽ പ്രൊഫഷണൽ എന്ന് തോന്നും. പക്ഷെ ഏതൊരു പഞ്ചായത്ത് പ്ലെയർ ആയിരുന്നു പയ്യെ. പക്ഷെ ആ കൂടിയിരുന്ന അവന്മാർക്കൊക്കെ എന്തായാലും അവന്റെ കയ്യിലിരിപ്പ് എങ്ങനെയാണ്, ആ ടാലന്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ചെറുക്കനാണെന്ന് അവര് കണ്ടുകൊണ്ടായിരിക്കണം. ആ രണ്ട് കറക്കിയപ്പോഴേ ആ സൈഡിൽ നിന്ന് ഇരിക്കുന്നവരൊക്കെ മാറി. ജീവനി കൊതിയുള്ളതുകൊണ്ടാണ് മാറിയത് എന്തായാലും. നെക്സ്റ്റ് വീഡിയോ. കറക്റ്റാണ് കേസ്. ഞാനും +1 +2 പഠിച്ചിരുന്ന സമയത്ത് NCC ഉണ്ടായിരുന്നോണ്ട് തന്നെ അറിയാം. ഇത് നിൽക്കേണ്ടടുത്ത് എന്തായാലും നിൽക്കും, തുള്ളേണ്ടടുത്ത് തുള്ളുകയും ചെയ്യും. അതങ്ങനെയാണ്. യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ, അതാണ് അങ്ങനെ അവിടെ വാക്യം. NCC ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ് അത് എന്ത് നമ്മളായാലും പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോഴും സംഭവം മനസ്സിലാണെങ്കിൽ കൊള്ളാം, അങ്ങനെ ഒരു ഇത് വെക്കും. പക്ഷെ അങ്ങനെ വലിയ കയ്യടി ബഹളം അപ്പോഴും കാണിക്കില്ല. ആ ഒരു ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടാവും തന്നെ. എന്തായാലും NCC-കാരായാലും ആർക്കായാലും അറിയായിരിക്കും. NCC എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏതൊരു മറ്റ് NSS അത് നല്ല പ്രവർത്തനങ്ങളെല്ലാം മേഖലയിലും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ചെറുതായിട്ടൊരു പടി മേലെ ഈ NCC-കാരാണ്. അങ്ങനെയാണ്. അടുത്ത വീഡിയോ. ഈ ഒരു വീഡിയോ നമ്മൾ അർജുൻ MP ബ്ലോഗറിന്റെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. പോളി ഐറ്റം ആയിരുന്നു സംഭവം. അതില് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്നില്ല, അതിൽ ആ ഒരു ഗ്രീൻ ടോപ്പ് ഇട്ട ആ ഒരു പുള്ളിക്കാരത്തി വൺ വെറുപ്പീരായിരുന്നു. വെച്ചാൽ വൺ വെറുപ്പീര് അവരായിരുന്നു ഒരുമാതിരി വെറും ഒരു കാക്കത്തീട്ടം പോലെ ആയിരുന്നു അവിടെ. ദേവനന്ദ് എന്ന് പറയുന്ന ബ്രോ ആണെങ്കിൽ ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും ചെയ്യുന്ന പറഞ്ഞപ്പോ എന്താ ആദ്യം ഈ ബലൂൺ വെച്ചാണെങ്കിൽ കണ്ടിട്ട് വിശ്വാസം പറഞ്ഞില്ല. പറഞ്ഞില്ല ഗ്രീൻ ടോപ്പ്. അവള് പറഞ്ഞത് പട്ടി ഷോ. ഇതിൽ എന്ത് പട്ടി ഷോ ആണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇനി തോന്നുന്നെങ്കിൽ അറിഞ്ഞൂടാ. ഇയാള് ആ ദേവനന്ദ് ബ്രോ ആണെങ്കിൽ വെറും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഇയാൾ ചെയ്യുന്ന കാര്യം പറയുന്നതിന് ഇനിയിപ്പോ എന്ത് പട്ടി ഷോ എന്ന് അറിഞ്ഞൂടെ. എന്താ അമ്മ കണക്കാണോ എന്തോ ഈ ജനറേഷൻ തന്നെയാണോ ആ കൊച്ചു ജീവിതം. പുള്ളിയുടെ ബോഡി കണ്ടപ്പോ ദഹിച്ചാണ് അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്ത്. എന്തായാലും ഇതുപോലെ ഇനി നീ ഇങ്ങനെ ഊക്കെരന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു ആ ഒരു ഷോ. ആ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ജന്മങ്ങളോ. ആദ്യം പറയുമ്പോ ഈ കുതിരയുടെ വാലുണ്ടല്ലോ, അത് കിടന്ന് ഇങ്ങനെ ആടുന്ന മാതിരി ഉണ്ട് സംഭവം. സെക്കൻഡ് ചേരുന്ന പോലെ തന്നെയാണ്. സ്റ്റൈല് കൊള്ളാം എന്തായാലും. നമ്മളെ ബാബു ആന്റണി ഒരു 240p ഉണ്ട്. അതിന്റെ ബാബു ആന്റണിയുടെ മുടി വെച്ചിട്ട് ചേർക്കനെ അവര് ചേർച്ചയൊക്കെ ഉണ്ട്. എവിടെയൊക്കെയോ ഏതോ ഒരു ടർഫിലെ കളിയാണോ സ്ത്രീയാണ്. ഇറങ്ങി വന്ന് കൂക്കി വിടുകയാണ് 6. അതൊരു ആന്റിയാണ്, ഏതൊരു ചേച്ചി ഗൈസ് കൊടുത്തിരിക്കുകയാണ്. ആ കേരളോത്സവം ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യത്തെ പോലെ 6 അടിച്ച് ഉദ്ഘാടനം ചെയ്താണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ. ആ ഷോട്ടിനൊരു ക്വാളിറ്റി ഉണ്ട് ഗൈസ്. നിങ്ങള് ഇറങ്ങി വന്ന് നോക്കിയിരിക്കുകയാണ് അവര് ആ ഒരു ഏജില്. സത്യം പറഞ്ഞാല് നമ്മുടെ കേരളത്തിൽ നിന്നൊരു സ്മൃതി മന്ദാനെ തന്നെയാണ് എന്തായാലും നമ്മളൊരു ഇന്ത്യൻ ക്രിക്കറ്റിന് നഷ്ടമായിരിക്കുന്നത്. അമ്മാതിരി ആ ഷോട്ടിന്റെ ക്വാളിറ്റി ഉണ്ടാ തന്നെ അറിയാം. ഒരു അമ്മാതിരി ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരാൾ തന്നെയായിരുന്നു എന്തായാലും. ആരും പ്രസിഡന്റായിട്ട് ഇങ്ങനെ ഒതുങ്ങേണ്ടി വന്ന് എന്നത് ഒരു സങ്കടം പോലെയാണ് ഈ ഷോട്ട് കണ്ടിട്ട് ഇപ്പൊ തോന്നുന്നത്.
ഗൈസ്, അപ്പോൾ എന്തായാലും ഇനി പാർട്ട് 2 ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത് ഉടനടി വന്നിരിക്കും.